ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഓരോന്നും അറിയുമ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളിനെയും കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ അതെ, ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ ന്യൂസ് കണ്ടു ഇങ്ങനെ ഇരിക്കുക, അതിനകത്ത് ആളുണ്ടോ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. അയ്യോ, ആഗ്രഹം ഉണ്ടോന്നോ? അയ്യാ, അപ്പോഴും ഞാൻ അവന്റെ മുഖം ഓർക്കുന്നുണ്ട്. നല്ല സുന്ദരമായ നല്ലൊരു മുഖമായിരുന്നു. നല്ല ഇദ്ദേഹം പട്ടണത്തിലേക്ക് പോകുമ്പം അമ്മാമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 14. എനിക്ക് 14 വയസ്സുണ്ടായിരുന്നു. അമ്മാമ്മയുടെ പേരും വീട്ടിൽ മോളിന്ന് വിളിക്കും. മോളി വർഗീസ്. ഇപ്പോൾ ഈ കേട്ടത് അമേരിക്കയിൽ നിന്ന് എം തോമസിൻ്റെ സഹോദരി മോളി വർഗീസ് സംസാരിച്ചതാണ്. ഇപ്പോൾ ഇലന്തൂരിൽ നിന്ന് ഇലന്തൂരിലെ തോമസ് ചെറിയാൻ്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്നറിയുമ്പോൾ കുടുംബവും എം തോമസിൻ്റെ കുടുംബവും വലിയ പ്രതീക്ഷയിലാണ്. ആ മൃതദേഹം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയോട് ചേരുകയാണ്. നമ്മളും ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ പുതിയ വാർത്തയുടെ പശ്ചാത്തലത്തിൽ. അതെ, ഒപ്പം സങ്കടവും ഉണ്ട്, സന്തോഷമുണ്ട്. എങ്കിലും ഇവനെ കിട്ടിയാൽ ദൈവമേ ഒന്ന് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. കിട്ടണേന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. എം തോമസും അന്ന് ഈ തോമസ് ചെറിയാൻ ഒരു വിമാനത്തിൽ തന്നെയായിരുന്നു. ഒരു വിമാനത്തിൽ തന്നെയാണ് പോയത്. സുഹൃത്തുക്കളല്ല, ഞങ്ങൾ ബന്ധുക്കളാണ്. ഇപ്പോൾ ഈ തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ എം തോമസിനും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, പ്രതീക്ഷയുണ്ട്. ഒരു സൈന്യമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തി. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇത്രയും നീക്കുന്നൊരു തിരച്ചിലായിരിക്കാം. ഇത്രയും ദൈർഘ്യമുള്ള തിരച്ചിൽ മറ്റൊരു ചരിത്രം തന്നെ കാണുമെന്ന് സംശയമാണ്. അത്തരൊരു സന്ദർഭത്തിലാണ് കണ്ടെത്തുന്നത്. ഈ സൈന്യത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട് സൈന്യത്തിൻ്റെ ഇടപെടലെല്ലാം. എം തോമസ് പോകുന്ന കാലഘട്ടത്തിൽ ഓർമ്മയുണ്ട് ആ സംഭവം? ആ കാലഘട്ടം എനിക്ക് 9 വയസ്സേ ഉള്ളൂ. എനിക്കും കണ്ട മുഖമെല്ലാം എനിക്ക് നല്ല ഓർമ്മയാണ്. അവൻ വന്നിട്ട് അവധി കഴിഞ്ഞ് വന്നിട്ട് പോകുന്ന ആദ്യത്തെ പോക്ക്, രണ്ടാമത്തെ പോക്കാണ്. പോയ സമയത്തെല്ലാം ഞാൻ നല്ല ഓർമ്മയിലാണ്, എനിക്കറിയാം. അന്ന് നമുക്ക് അത് ആദ്യം എങ്ങനെയായിരുന്നു സംഭവം അറിയുന്നെന്ന് പറഞ്ഞാൽ അന്ന് 9 വയസ്സല്ല ഉള്ളൂ. അന്നത്തെ അറിവൊക്കെ ഇത് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇരുന്ന് കരയുന്നത് കാണും. അപ്പം മരിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മരിക്കുമ്പോൾ അന്നത്തെ ചിന്ത എനിക്ക് വീട്ടിലായിരുന്നല്ലോ മരണമൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു മരിച്ചോ ഇല്ല നമുക്കറിയാൻ വയ്യ. അവൻ പോയി എന്നൊക്കെ അവർ പറഞ്ഞ് കരയുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. എം തോമസിൻ്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ? എം തോമസിൻ്റെ കുടുംബം എന്ന് പറയുന്ന അവർ 3 മക്കളാണ്. ഏറ്റവും മൂത്താണ് എം തോമസ്. രണ്ടാമത്തെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ച മോളി വർഗീസ്. മൂന്നാമത്തെ ഒരു ബാബു എന്നും പറഞ്ഞൊരു മകനുണ്ട്. അവന് കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി, 3 വർഷമായി. മോളി വർഗീസും പറഞ്ഞതും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് അല്ലേ? ഞങ്ങൾ എപ്പോഴും പറയും ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ബേബിച്ചാൻ്റെ കാര്യം പറഞ്ഞ്, ഞങ്ങൾ ബേബി എന്നാണ് വിളിക്കുന്നത്, ബേബിച്ചാൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെന്നും പറയും, വിഷമിക്കും. പിന്നെ ഒന്ന് കാണണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ കിട്ടിയപ്പോൾ വളരെ ആഗ്രഹമാണ്. എന്തായാലും ആഗ്രഹം അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുമാറിനോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.